പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് ഞങ്ങൾ 3 പാസ്റ്റേഴ്സ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് യായീൽ എന്ന സ്ത്രീയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും അവളെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ആഴമായി ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരു സബ്ജക്റ്റ് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം ഉപയോഗിച്ച യായീലിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന ചിലരോട് പറയുകയാണ്, ജസ്റ്റ് സ്ലോ ഡൗൺ. നിങ്ങൾ മിനിസ്ട്രിയിൽ വേഗത്തിൽ നിങ്ങൾക്ക് ഓടണമെന്ന് തോന്നും, ചിലതൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നും. കർത്താവ് പറയുന്നു സ്ലോ ഡൗൺ. ഹല്ലേലൂയ. സോ നെവർ ഗീവ് അപ്പ്. ആദ്യം ഒരു പാട്ടിൻ്റെ 2 വരി പാടുന്നു. ലോകത്തിലേകെ ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ആരോടോ പറയാണ്, ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും വിൻശക്തിയാലെ നിത്യവും. പ്രൈസ് ലോർഡ്. ഇന്ന് അനേക സഹോദരിമാരോട് പറയുകയാണ്, യായേലുകൾ, ദബോറകൾ, ലൂദിയകൾ, പ്രിസ്കില്ലകൾ, മറിയകൾ, ന്യൂംഫകൾ, റൂത്തുകൾ, അങ്ങനെ അനേക സഹോദരിമാരെ ദിവസങ്ങളിൽ എന്തിന് ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്ന് അനേകരുടെ ചോദ്യം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ പാടിക്കൊണ്ടിരുന്ന ഒരു മകൻ വേഗത്തിൽ, നമ്മൾ വിചാരിക്കും ഈ പാടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഏറ്റവും കുഴപ്പമൊന്നുമില്ലാത്തത്, പക്ഷേ അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. ആ മകൻ ഓടി വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എല്ലാവർക്കും ഓർഡിനേഷനും പാസ്റ്ററും ഒക്കെ ആക്കി ഇങ്ങനെ നടന്നു, രാത്രി 12 മണിക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങളെ പോലുള്ള പാസ്റ്റർമാർക്ക്, ഞങ്ങളുടെ പാസ്റ്ററിനെ പോലുള്ളവർക്ക്, ആണുങ്ങൾക്കേ പോകാൻ പറ്റൂ, പെണ്ണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. സ്തോത്രം. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ പാസ്റ്റർ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്ററിനൊരു മെസ്സേജ് അയച്ചു. ഇനി തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് അർദ്ധരാത്രിയിലും സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അദ്ദേഹം തന്നെ അയച്ചു. അതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ അതിനുശേഷം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ പ്രകാശിപ്പിച്ച, എൻ്റെ ചിന്തയിൽ തന്ന ഒരു വിഷയമാണ്, ഈ ദബോറ ന്യായപാലനം ചെയ്യുമ്പോൾ അത് രാത്രിയോ പകലോ ഏത് സമയം അവളെ ഒരു ജഡ്ജ് ആക്കണമെങ്കിൽ അവളിൽ ചില ക്വാളിറ്റികളെ ദൈവം കാണുന്നുണ്ട്. അവൾ ആരാണ്? യായേലിനെ പറ്റി അപ്പം യായേൽ എത്ര വിശുദ്ധത്തോടുകൂടി, വളരെ ജ്ഞാനത്തോടുകൂടി അവൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ഭാഗം ഇന്നലെ കേട്ടപ്പോൾ എനിക്കത് വളരെ അധികം വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗമായിരുന്നു അത്. അതായത് ഒരു സ്ത്രീയെ ഇത്ര ധൈര്യത്തോടുകൂടി ഒരു പുരുഷനെ തൻ്റെ കൂടാരത്തിനുള്ളിൽ കയറ്റി അവനെ വധിക്കുന്ന ഭാഗം. അപ്പം തീർച്ചയായിട്ടും അനിത പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു പക്ഷെ ആ സമയത്ത് അവളുടെ ഭർത്താവ് ഹെബേർ അവിടെ കയറി വന്നിരുന്നെങ്കിൽ വളരെയധികം ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേനും. തീർച്ചയായിട്ടും അത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് യായേൽ ചെയ്തത്. നമ്മളൊരു നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുമ്പോൾ ഭർത്താവ് കയറി വന്നാലുള്ള ആ സിറ്റുവേഷൻ രംഗം ഒന്ന് ഓർത്ത് നോക്കണം. ഇങ്ങേറ്റം ചിലപ്പോൾ ഡൈവോഴ്സ് പോലും സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് യായേല് പ്രവർത്തിക്കുന്നത്. അപ്പം അവളുടെ ഉള്ളിൽ എത്ര ദൈവം പരിജ്ഞാനത്തോടുകൂടെയുള്ള ഉള്ളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാ. അപ്പൊ അവിടെ ഒരു കാര്യം ഞാൻ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്താ വെച്ചാല്, ആ കാലത്ത് ഈ യാബിൻ ഈ ഇസ്രായേൽ ജനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് അവിടെ വളരെയധികം ഞെരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 20 വർഷത്തോളം. ആ സമയങ്ങളിൽ ഈ ഇസ്രായേൽ ജനത്തിനെങ്ങും സാധാരണ മനുഷ്യർ യാത്ര ചെയ്യുന്ന വഴികളോ മെയിൻ റോഡുകളോ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഭയത്തിലാണ് ജനം ജീവിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു വാക്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായം നമുക്ക് അറിയാമല്ലോ. അവരെ ജയം നേടിയതിന് ശേഷം ദെബോറയും പിന്നെ ബാരാക്കും കൂടെ പാടുന്നൊരു പാട്ടാണത്. ആ പാട്ടിനകത്ത്, ആ സംഗീതത്തിനകത്ത് 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി,
വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. അപ്പൊ ആ ഭാഗമാണ് എന്നെ ഇന്നലെ അനിത സിസ്റ്റർ പാസ്റ്റർ പറഞ്ഞപ്പോ ചിന്തിച്ച ഒരു കാര്യം. അപ്പൊ അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളിപ്പോ അറിയാലോ, സാധാരണ ഇപ്പൊ നമ്മൾക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാം NH ഹൈവേ യൂസ് ചെയ്യുന്നത്. അപ്പം ആ കാലത്ത് അതുപോലുള്ള സ്ഥലങ്ങൾ നോർമലി ട്രാവൽ ചെയ്യുന്ന വഴികളുണ്ട്. പക്ഷെ ജനത്തിന് ഈ ഒരു യാബിനെയും കൂട്ടരും ഭയപ്പെട്ടത് കൊണ്ട് അവർക്ക് ഒന്നും, സാധാരണ ആൾക്കാർക്കൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാനും എല്ലാരും പോകുന്ന പോലുള്ള വഴികളൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ അവരുടെ നോർമൽ ലൈഫും എല്ലാ രീതിയിലും തടസ്സപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ജനം എന്ത് ചെയ്തു? അവർക്ക് എവിടേറ്റോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ കുറുക്ക് വഴികൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അകത്തൂടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം പാടത്തിന്റെ അരുവിക്കൂടായിരിക്കാം. അങ്ങനെ അവരുടേതായ ഒരു സീക്രട്ട് വേസ് ഉണ്ട്, അതിൽ കൂടെ ഒക്കെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്ര ഭയത്തിൽ ജീവിച്ച ഒരു കാലമായിരുന്നു അത്. പക്ഷെങ്കിൽ നമ്മളത് ഇവിടെ കാണുന്ന ഈ പാട്ട് പാടുമ്പോഴാണ് അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ യായേലിന്റെ ആ പ്രവൃത്തി നിമിത്തം ആ ഒരു സ്ത്രീ എടുത്ത ഒരു സ്ട്രോങ് ഡിസിഷൻ, ദൈവം കൊടുത്ത ജ്ഞാനത്തിനനുസരിച്ച് അവൾ പ്രവർത്തിച്ചത് നിമിത്തം വലിയൊരു വിജയം ആ രാജ്യത്തിന്, ഈ സ്ത്രീ മുതൽ, അത് നേരത്തെ ദെബോറ പ്രവചിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാരാക്കിനോട്, നീ യുദ്ധത്തിന് പോകുന്നതൊക്കെ ശരിയാ, പക്ഷെ അവസാനം വിജയം ഒരു സ്ത്രീയുടെ കയ്യിൽ കൂടെ ആയിരിക്കും ദൈവം തരുന്നെന്നുള്ളത് വ്യക്തമായി അവിടെ ദെബോറ പറയുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ആ പാട്ട് പാടുന്നത് ആ കാലത്ത് അങ്ങനെയായിരുന്നു എന്നും, ഇപ്പോൾ ജനം ഭയം കൂടാതെ അവർക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള ഹൈവേസും റോഡുകളെല്ലാം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ യായേലും ഹെബറിനെ പറ്റി പറഞ്ഞാൽ അവർ കെനേനിയർ എഴുതിയിരിക്കുന്നത്. കെനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ നാടോടികളായിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ അവര്. ഈ നാടോടികൾ എന്ന് പറയുമ്പോൾ ഈ കെനൈറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്ത്രീകളാണ് സാധാരണ അവരുടെ കൂടാരങ്ങൾ അടിക്കുന്നത്. അവരുടെ ടെന്റ് അടിക്കുന്നതും ഉണ്ടാക്കുന്നതെല്ലാം സ്ത്രീകളുടെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ യായേലിന് ഈ കൂടാരത്തിന്റെ കുറ്റി കയ്യിലെടുക്കാനും ഈ ചുറ്റിക എടുക്കാൻ അവള് വളരെ എക്സ്പേർട്ടായിരുന്നു. കാരണം ഇത് അവർ നിത്യേന യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് ഈ ഉപകരണങ്ങൾ. അപ്പോൾ അവക്ക് അതാണ് അവക്ക് നല്ല വശമുള്ളത്. അതുകൊണ്ടാണ് അവൾ ആ സാധനം എടുത്തിട്ട്, ആ വെപ്പൺ എടുത്തിട്ട് അവൾ ആ ഉപയോഗിച്ച തക്ക സമയത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന് ചില പദ്ധതികൾ നടപ്പാക്കാൻ ദൈവം ആ സമയത്ത് ഈ ഒരു വ്യക്തിയെ അല്ല നോക്കുന്നത്, ഒരുക്കമുള്ള ആരായാലും അത് ഒരു വേർതിരിവില്ലാതെ, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം കൃത്യസമയത്ത് ഒരു വ്യക്തിയിൽ കൂടെ ദൈവം ഉപയോഗിക്കും. അപ്പൊ അതിനകത്ത് ഉപകരണത്തിന്റെ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം അതായിരുന്നു. അവർക്ക് അതാണ് ഏറ്റവും വശമുള്ളതും. അതെടുത്താണ് അവർ അവിടെ പ്രയോഗിച്ചതും. അതിൽ കൂടെ ദൈവം വലിയൊരു ജയമാണ് അവിടെ നേടിക്കൊടുക്കാൻ ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ ദെബോറയും ബാരാക്കുമാണ് യുദ്ധത്തിന് ഇറങ്ങിയത്, യുദ്ധം ചെയ്തൊക്കെ അവരൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഈ അൾട്ടിമേറ്റ് വിജയം ഈ ഒരു സാധാരണക്കാരി, ഒരു ഓർഡിനറി, ഒരു നോർമൽ ഒരു സ്ത്രീയുടെ കയ്യിൽ കൂടാണ് ദൈവം ആ രാജ്യത്തിന് ഒരു വലിയ വിജയം ദൈവം കൊടുത്തത്. അതുപോലെ ഈ ദെബോറയെ പറ്റി നമ്മൾ എപ്പോഴും വായിക്കും, അവളൊരു ജഡ്ജായിരുന്നു. അവള് ജഡ്ജ് മാത്രമല്ല, 3 ക്വാളിറ്റീസ് ഉണ്ട്. ജഡ്ജായിരുന്നു, രണ്ടാമത് അവളൊരു പ്രോഫറ്റസ് ആയിരുന്നു, ഒരു പ്രവാചകയായിരുന്നു, മൂന്നാമത്തെ കാര്യം അവളൊരു വാരിയർ ആയിരുന്നു. വാറിയറിന് മലയാളിക്കാരില്ല, വാറിയർ ആയിരുന്നു. അങ്ങനെ 3 ക്വാളിറ്റീസ് ഉള്ള ഒരു സ്ത്രീയാണ് ദൈവം ഇവിടെ ആ കാലത്ത്, പുരുഷന്മാർ ഉണ്ടായിരുന്ന കാലത്ത് പോലും അങ്ങനെ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു ആത്മഭാരം കൊടുത്ത് അവള് രാജ്യത്തെ ന്യായപാലനം ചെയ്യാനായിട്ട് ദൈവം അവളെ എഴുന്നേൽപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. ആമേൻ. ഈ യായേലിനെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ്, ആ വഴിയുടെ കാര്യമൊക്കെ പറഞ്ഞത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ യായേൽ എന്ന് പറഞ്ഞ ആരാണ്? യായേൽ എന്ന് പറഞ്ഞാൽ ഹേബർ കെനാന്റെ ഭാര്യയാണ് അവള്. ഇസ്രായേലിനോട് പഴയ ബന്ധമുള്ളൊരു ജനമാണ് ഈ കൂട്ടം. മോശയുടെ ബന്ധുക്കളായ കേന്യരുമായിട്ട് ഈ കുടുംബത്തിന് ഭയങ്കര ബന്ധമുള്ളതാണ്. എന്നാൽ ഹേബർ അവൻ്റെ കുടുംബത്തോടൊപ്പം മറ്റുള്ള കേനാനിൽ നിന്ന് വേർപിരിഞ്ഞ് കേദേശിനടുത്ത് കൂടാരമടിച്ച് താമസിച്ചിരുന്ന ഒരു കുടുംബമാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഹാസോർ രാജാവായ യാബീനും കേനാന്യനായ ഹേബേറിൻ്റെ കുടുംബവും തമ്മിൽ സമാധാനമുണ്ടായിരുന്നു എന്ന്.
സോ അതുകൊണ്ടാണ് യുദ്ധത്തിൽ തോറ്റ സീസറെ യായേലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോകാൻ ഇടയായത്. നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയുടെ അടുത്തേക്കായിരിക്കും നമ്മൾ ഓടിപ്പോകുന്നത്. അവൻ ആ കുടുംബം രാജാവിന് ഒരു സുരക്ഷിതമായ സ്ഥലമാണെന്ന് തോന്നാൻ കാരണമായത് അതുകൊണ്ടാണ് യായേലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. അപ്പോൾ യായേലിന് സീസറയോട് വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നോ? ഇല്ല. യായേൽ എന്തിനാണ് സീസറയെ കൊല്ലേണ്ട ആവശ്യം എന്താണ്? യായേലിന് സീസറയുമായിട്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പലരും നമുക്ക് അയ്യോ ഈ പാസ്റ്റർ ഞങ്ങളുടെ ബെസ്റ്റാണ്, ഈ സഹോദരി ഞങ്ങളുടെ ബെസ്റ്റാണ്, അയ്യോ ഞങ്ങൾക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല, പൗലോസിനോടും ഇങ്ങനെ ഓരോ വാക്യങ്ങളും നമ്മളിങ്ങനെ എടുക്കാനുണ്ടല്ലോ ഇഷ്ടം പോലെ. സോ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. സോ ഇതിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ എന്താണെന്ന് വെച്ചാൽ അത് യാബീൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ 20 വർഷം കഠിനമായി പീഡിപ്പിച്ചതാണ്. സോ സീസറെ യാബീൻ്റെ സൈന്യാധിപനായിരുന്നു. ഓക്കെ, സോ അവന് 900 ഇരുമ്പുരഥങ്ങളുള്ള ശക്തമായ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു അവന്. സോ ദൈവം ദെബോരയിലൂടെ ഇസ്രായേലിന് വിടുതൽ പ്രഖ്യാപിച്ചപ്പോൾ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിക്കാനായിട്ട്. കാരണം യുദ്ധത്തിൽ സീസറുടെ സൈന്യം പരാജയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഈ മഴ കൊണ്ട് പൊതഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരു വണ്ടി, ഇരുമ്പ് കൊണ്ടുള്ള വണ്ടിക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മേ ബി അതുകൊണ്ടായി അങ്ങനെ ദൈവം ഒരു വഴിയിൽ ഒരു സ്ത്രീയോട് പോകാൻ പറഞ്ഞെങ്കിൽ, ഒരു യുദ്ധം കൽപ്പിക്കുന്നുവെങ്കിൽ, ഒരു ശത്രു രാജ്യത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞുവെങ്കിൽ ബാക്കിൽ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. ഹിസ് നെയിം ഈസ് എൽ ഷദായ്, യഹോവ ഈരെ, യഹോവ ജൈറയാണ്. സോ സീസറെ ഓടി രക്ഷപ്പെട്ട് ഇസ്രായേലിന്റെ കൂടാരത്തിൽ എത്തിയപ്പോൾ യായേൽ വ്യക്തിപരമായ കോപം കൊണ്ടാണ് അവനെ കൊന്നതെന്ന് പറയാൻ വേദപുസ്തകത്തിൽ തെളിവില്ല. കാരണം അവൾ എത്ര ധൈര്യമായിട്ട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇന്ന് ശക്തമായി നമുക്ക് പറയാൻ പറ്റുന്നത് സഹോദരിമാർക്ക് വേണ്ടി എഴുന്നേൽക്കുവാനായിട്ട് ദെബോര ബാരാക്കിനോട് മുമ്പേ പറഞ്ഞിരുന്നു, യഹോവ സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. പാസ്റ്റർ ജോസി പറഞ്ഞതുപോലെ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ യഹോവ സീസറയെ, കാരണം അത് അവളൊരു പ്രവചന ശബ്ദമായിട്ടല്ലേ പറയുന്നത് ദെബോറ. സോ അങ്ങനെ തന്നെ സംഭവിച്ചു. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ഒരു സ്ത്രീയുടെ വാക്കിന് വില കൊടുക്കുന്ന ദൈവമാണ്. ദൈവം പറയാതെ ദെബോറയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. ആ സ്ത്രീ ആരായിരിക്കുമെന്ന് ദെബോറ അപ്പോഴറിയുന്നില്ല. ഒരു സ്ത്രീ എന്നേ അവിടെ പറയുന്നുള്ളൂ. ഇന്ന് നമ്മളോട് പറഞ്ഞു ഒരു സ്ത്രീ ആരാണെന്നറിയത്തില്ല. അത് യായേലാണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദെബോറയുടെ പ്രവചനം കേട്ട് യായേൽ സീസറയെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല. ദെബോരയുടെ പ്രവചനം കേട്ടിട്ടല്ല യായേൽ പ്രവർത്തിച്ചത്. 66 പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പല സ്ഥലത്തു നിന്നുമാണ് ഓരോരുത്തരെയും കൊണ്ട് എഴുതിപ്പിച്ച് ഒന്നിപ്പിച്ച പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഒരു പുരുഷന്റെ ബീജം കൂടാതെ ഒരു ശിശുവിനെ ഉദരത്തിൽ ഉരുവാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, സർവത്തിന്റെ അധികാരിയായ ദൈവം, അവൾക്ക് ആ പ്രവചനം അറിയാമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്, ദൈവത്തിന്റെ പദ്ധതി യായേലിന് മുഴുവനും അറിയാമായിരുന്നെങ്കിലും ദൈവത്തിന്റെ സമയത്ത് അവളുടെ മുന്നിൽ വന്ന അവസരം അവൾ തിരിച്ചറിഞ്ഞെന്ന. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അവസരത്തെ തിരിച്ചറിഞ്ഞ എത്ര സഹോദരിമാരുണ്ട്. ഞാൻ പാസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഭയിലുള്ള ഓരോ വ്യക്തികളായിക്കോട്ടെ, ഈ സമയം തിരിച്ചറിയുന്നുണ്ടോ? അവസാന കാലത്തിലെ ആ കറക്റ്റ് സമയം നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവം സർവശക്തൻ, നീ അവനിൽ പ്രമോദിക്കാനാണ് പറഞ്ഞത്. പാസ്റ്റർ ആയത് എന്തിനാണ്? സർവശക്തനിൽ ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ടാണ്, അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പോസ് നദലിനെ ദൈവത്തോട് അടുപ്പിച്ചതുപോലെ. സോ സീസറ അവളുടെ അടുത്തേക്ക് വരുമെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ അത്ഭുതകരമായ കാര്യമൊന്നും ബൈബിൾ പറയുന്നില്ല നമ്മളോട്. സോ സീസറ യുദ്ധത്തിൽ നിന്ന് ഓടിക്കൊണ്ടാണ് വരുന്നത്. അവൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാം. വല്ലാത്ത ഒരു വെപ്രാളത്തോടു കൂടി നമ്മളിപ്പം ഒന്ന് ഇമാജിൻ ചെയ്തോളൂ, എങ്ങനെയായിരിക്കും ആ യുദ്ധസമയത്ത് തോക്കുമ്പോൾ ഒരു രാജാവ് ഓടുന്നത്. സോ ഹേബറിന്റെ കുടുംബവും യാബീൻ രാജാവും തമ്മിൽ സമാധാനം ഉണ്ടായിരുന്നതിനാൽ സീസറയ്ക്ക് ആ കൂടാരം സുരക്ഷിതമാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ എത്തിയത്, ഈ രാജാവ് എത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സോ യായേൽ അവനെ സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി അവൻ വെള്ളം ചോദിക്കുകയാണ്. അവൻ ദാഹിക്കുകയാണ്, അവൻ ഡ്രൈ ആയി. ഹല്ലേലൂയ. സോ അവൾ എന്തോ കൊടുക്കുന്നത്? പാല് കൊടുത്തു. പിന്നെന്ത് ചെയ്തു? പുതപ്പ് കൊടുത്തു. അവനെ വിശ്രമിപ്പിച്ചു, ഒന്ന് ശാന്തമാക്കി. സോ ഇവിടെ അവളും ശാന്തതയും ബുദ്ധിയും കാണാം. കാരണം അവൾ ആദ്യം കൊടുക്കുന്നത് ഒന്ന് സ്വസ്ഥമാക്കി, എന്നിട്ട് അവൾക്ക് ദൈവം ഒരു അപ്രമേയമായ വിസ്റ്റം കൊടുത്തു. നമ്മളിൽ പലരും പറയും,
ഇന്ന് ചില ആത്മീകമായ ആത്മലോകത്തില് ചിലതിനെയൊക്കെ ഇങ്ങനെ ഒന്ന് തകർക്കുവാൻ, ഇസബേലിലെ ശക്തികളെ തകർക്കുവാൻ ചില അധികാരങ്ങളും ചില കൈമാറ്റങ്ങളും ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവൾ ഭയക്കത്തില്ല. അവൾ ഭയന്ന് അലറിക്കൊണ്ട് പരിഭ്രാന്തിയായിട്ട് ഓടിപ്പോകുകയോ അയ്യോ ഞാനിനി എന്ത് ചെയ്യണമെന്ന് അവൾ ആരോടും അവിടെ ഐഡിയ ചോദിക്കുന്നില്ല, ആരോടും ഇഷ്ടം ചോദിക്കുന്നില്ല. 1 യോഹന്നാൻ 2:9 പറയുന്നു, എൻ്റെ ആത്മാവ് നിന്റെ ഉള്ളത്തിലുള്ളപ്പോൾ അത് സകലത്തിൽ നിന്നെ വഴി നടത്തുമെന്നാണ്. ആ റൈറ്റ് മൊമെന്റിൽ ഞാൻ പാസ്റ്റർ ആകാനായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ, ഞാൻ പാസ്റ്റർ ആകാൻ പോയതൊന്നും അല്ല, എന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് എനിക്ക് അനേക പേരുണ്ട്, നീ പോകാനായിട്ട് ധൈര്യത്തോടെ. ഞാൻ അവിടേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാം ദൈവം മുന്നമേ ഒരുക്കിയിരുന്നതാണ് നമ്മൾ അവിടെ കാണുവാൻ ഇടയായത്. ഹല്ലേലൂയ. സോ ദൈവം അവിടെ എന്നെ അയക്കുമ്പോൾ അതെന്തായിത്തീരും, പിന്നീട് എന്തായിത്തീരും, അതെൻ്റെ ജോലിയല്ല. ആ സമയത്ത് ദൈവം നമുക്ക് വിസ്റ്റം തരും. അവൾക്ക് ആ വിസ്റ്റം എവിടെ നിന്ന് കിട്ടി? ഇതൊരു നമ്മൾ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. ദൈവം യായേലിനൊരു പ്രത്യേക ദർശനം നൽകി. പക്ഷെ അവളുടെ അപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കുന്ന കഴിവും ശരിയായ സമയവും തിരിച്ചറിയുന്നതും ധൈര്യവും നമ്മൾ ഈ വായിക്കുമ്പോൾ വചനത്തിനകത്ത് വ്യക്തമാണ്. കാരണം അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ദൈവം ചിലപ്പോൾ ഒരു വ്യക്തിക്ക് മുഴുവൻ ഭാവി കാണിച്ചു കൊടുക്കാതെ അബ്രഹാമിനെ കൊണ്ടുപോയപ്പോൾ അബ്രഹാമിനോട് എവിടെ വരെ പോകണമെന്നൊന്നും മോശയോടൊന്നും പറഞ്ഞു കൊടുത്തില്ല, എങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ല, പക്ഷെ ഓരോ സ്റ്റെപ്പിലും അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രം പറഞ്ഞു കൊടുക്കും. സോ ഇതുപോലെ തന്നെ യായേലിന് മുഴുവൻ യുദ്ധത്തിന്റെ ചിത്രം അവൾക്കറിയത്തില്ല. പക്ഷെ അവൾക്ക് മുമ്പിലുള്ള സാഹചര്യം മാത്രമേ അവൾക്കറിയത്തുള്ളൂ. ആ നിമിഷത്തിൽ അവൾ ഒരു നിർണായകമായൊരു തീരുമാനമെടുക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൾ ഒരു അക്രമകാരിയായിരുന്നു. അവൾ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജോസി പാസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ പാരമ്പര്യം നോക്കുമ്പോൾ ഈ ചുറ്റിക കൊണ്ടുള്ള പണികളൊക്കെ അവർ ചെയ്യുന്നവരാ. സോ ആദ്യം സീസറയെ സ്വീകരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് നമ്മൾ അവളെ കാണുന്നത്. പക്ഷേ യുദ്ധത്തിന്റെ ഒരു വലിയ പശ്ചാത്തലം, ഒരു യുദ്ധം എൻഡ് ചെയ്യുവാൻ തുടങ്ങിയ യുദ്ധം സീസറെ, ഇസ്രായേലിനെ പീഡിപ്പിച്ച സൈന്യത്തിന്റെ തലവനാണ് സീസറെ. അവിടെയാണ് ആ ന്യായാധിപയായി ദെബോറ ഇരിക്കുന്നത്. സോ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദെബോറയും ബാരാക്കും പാടുന്ന വിജയഗീതത്തിൽ യായേലിനെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. അതായത് ഇന്ന് എത്ര പാസ്റ്റേഴ്സ് ഇവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയാൻ ധൈര്യമുണ്ട്? എൻ്റെ ഭാര്യ അവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് ഏതെങ്കിലും IPC സഭയിൽ ഒരു പാസ്റ്ററിന് പറയാൻ പറ്റുമോ? അവരടച്ചു വെച്ചിരിക്കുകയല്ലേ സ്ത്രീകളെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ അങ്ങ് മാറ്റും ദൈവം, ഈ ഗർവമുള്ളതിനെയൊക്കെ. ഇനി ഒരു കാലം വരികയാണ്. ഇന്ന് അനേകർക്കുള്ള ശക്തമായൊരു സന്ദേശമാണ് യായേൽ സാഹചര്യം തിരിച്ചറിഞ്ഞ സ്ത്രീ എന്നൊരു വേർഡാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് മുഴുവൻ പ്ലാനും കാണിച്ചു തരണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ഒരു അവസരം മാത്രമേ കാണത്തുള്ളൂ. ആ അവസരത്തെ തിരിച്ചറിയാൻ നമുക്ക് ആത്മീയ വിവേകം വേണം. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ടോപ്പിക്കാണ് അന്യഭാഷയെക്കുറിച്ചുള്ളത്. അതിൽ കൂടുതൽ വ്യക്തമായി നിങ്ങളോട് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനിത. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മള് സ്ത്രീകളെല്ലാവരും കൂടെ കൂടി ഒരു പുരുഷനെ കൊന്നു എന്നൊരു ആഘോഷമല്ല നമ്മളിപ്പോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ വലിയവനായ ദൈവം എന്ത് അപ്രമേയ ബുദ്ധിയാണ്, എന്ത് ജ്ഞാനമാണ് ദൈവം ലോകത്തിലേക്ക് പകർന്നു തന്നിരിക്കുന്നത് എന്നത് സ്ത്രീകളിൽ കൂടി വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒരു പുരുഷനെ കൊന്നു എന്നും പറഞ്ഞൊരു സ്ത്രീയെ പൊക്കിപ്പിടിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഉള്ള മനസ്ഥിതിയുള്ളവരല്ല. ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ ബുദ്ധി ജ്ഞാനവും തന്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ഘട്ടങ്ങളിൽ പെരുമാറുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് മാത്രമേ ഞങ്ങൾ ഈ കൊലപാതകത്തെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അന്നത്തെ കാലത്ത് ദൈവം ശത്രുവിനെ കൊല്ലാൻ, യുദ്ധങ്ങളെ ചെയ്യാൻ ഇസ്രായേൽ മക്കൾക്ക് അനുവാദം കൊടുത്തിരുന്നു. അന്ന് ഒരു ആക്ഷരിക യുദ്ധമാണെങ്കിൽ ഇന്ന് ശത്രുവിനോട് നമ്മൾ എതിർക്കേണ്ടത് ആത്മീയമായിട്ടാണ്. അത് ആത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധ ജ്ഞാനവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയുടെയും വലിപ്പം നമുക്ക് കണ്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ.
ദൈവപാദത്തിൽ ഇരുന്ന് നമ്മൾ അത് പ്രാപിച്ചെടുക്കണം. ആ നല്ല അംശം സ്ത്രീകളാണ് അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായിട്ട് ബൈബിളിൽ എപ്പോഴും കാണുന്നത്. അങ്ങനെ നല്ല അംശങ്ങളിൽ കൂടി ഞങ്ങൾ നടന്നു പോകുന്നത് കൊണ്ട് ദൈവം അങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന ഭാഗങ്ങളിൽ കൂടി നമ്മൾ അതിനെ ആ മർമ്മങ്ങളെ ഒന്ന് സംസാരിക്കുന്നു. നമ്മളിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ കഴിഞ്ഞു പോകുന്ന കുടുംബ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞു പോകുന്ന സ്ത്രീകളാണല്ലോ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. അങ്ങനെ നോക്കി നല്ല ഒരു സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബത്തിനകത്താണ് അവർക്ക് ഹസ്ബൻഡിന് വലിയ VIP ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ കാണും, സ്നേഹങ്ങൾ കാണും, അവരുടെ ആൾക്കാർ വീട്ടിൽ വരും, അവരെ ട്രീറ്റ് ചെയ്ത് ശീലം കാണും അവരുടെ ഭാര്യമാർക്ക്. ഇപ്പൊ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കുക, അവര് കുടുംബത്തിൽ അവർ തലയായിട്ടിരിക്കുമ്പം അവരുടെ ഭാര്യമാരെ അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുക എന്നുള്ള ഒരു രീതി ഞാൻ ഈ ആയേലിലും കണ്ടു. കാരണം ഈ നമ്മൾ കാണുന്ന ഈ സ്ത്രീ ഒരു വലിയ ഒരു കുടുംബസ്ഥയാണെന്നും ഒരു കൂടാരം അടിക്കുന്ന ജോലി ചെയ്യാൻ നല്ല കഴിവുള്ളവളാണെന്നും ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പണിയായുധങ്ങൾ അതിനകത്ത് ധാരാളമായിട്ട് കരുതി വെച്ചിട്ടുമുണ്ട്. അപ്പൊ അവർക്ക് ഈ സമയത്ത് അവര് ഒരു യുദ്ധം ഇസ്രയേലിൽ നടക്കുന്നു. ഒരു ന്യായാധിപൻ ആയ ഒരു സ്ത്രീ ദെബോറ എന്ന ബഹുമാനപ്പെട്ട സ്ത്രീ ഒരു രാജാവിനെ കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. ആ യുദ്ധത്തിന് എങ്ങനെ പോയാലും യുദ്ധം ജയിക്കുന്നത് സ്ത്രീയുടെ കഴിവുകൊണ്ടാണെന്ന് പ്രത്യേക അവരൊരു പ്രവചനം പറയുന്നു. എങ്കിലും ആ പ്രവചനം കേട്ട് ആ യുദ്ധം ചെയ്യാൻ പോയ ഏതെങ്കിലും പുരുഷന്മാര് സ്ത്രീകൾ അങ്ങോട്ട് പോയിട്ട് വലിയ ആളാകാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ ഈ യുദ്ധമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്, അവര് പോയി അങ്ങ് ജയിച്ചിട്ട് വരട്ടെ, ഞാനിതാ തിരിച്ചു കയറുവന്ന് ആ പുരുഷന്മാരാരും പറഞ്ഞില്ല. അവരുടെ കൂടെയുള്ള എത്ര പുരുഷന്മാരെയാണ് അവർ എണ്ണിപ്പിറക്കി യുദ്ധത്തിന് കൊണ്ടുപോയത്. സ്ത്രീ ചെയ്യുമോ ആര് ചെയ്യുമോ എന്നുള്ളതല്ല ആ പുരുഷന്മാരെല്ലാരും ചിന്തിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തി യുദ്ധം ജയിക്കണം, അത് മാത്രമേ അവർ വിചാരിച്ചുള്ളൂ. അങ്ങനെ അവർ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ സീസറെ അവരുടെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹം ഓടിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ഒരു ബന്ധമുള്ള ഒരു വീട് കണ്ടപ്പം അവിടേക്ക് ചെന്ന് ഓടുമ്പം ഒരു യുദ്ധത്തിൽ തോറ്റോടുന്ന ഒരാളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അത് ആ വീട്ടിനകത്തേക്ക് ചെന്ന് നല്ല പരവേശപ്പെട്ട് വെള്ളം ചോദിക്കുന്നു. വെള്ളം കൊടുക്കുന്നതിന് പകരം ആ ഒരു അതിഥി സൽക്കാരത്തിന്റെ ഒരു മാന്യത ആ യായേൽ എന്ന സ്ത്രീ അവിടെ കാണിച്ചു. അവരെ അകത്ത് കയറ്റി ഇരുത്തി. അപ്പൊ അവിടെ ഒരു പുരുഷൻ ഇല്ലാന്ന് ഓർത്തണം, അവരുടെ മക്കൾ അവിടെ ആരുമില്ല, അവിടെ വേറൊരു മനുഷ്യ ജീവിയെ പറ്റി പറയുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പുരുഷനെ അകത്തേക്ക് കയറ്റാൻ മാത്രം അത്രയും ധൈര്യം ദൈവജ്ഞാനം അവിടെ കൊടുത്തു. അപ്പൊ ആ സ്ത്രീക്ക് അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അവരുടെ ഭർത്താവ് ഇപ്പൊ വന്ന് കണ്ട ഞാനൊരു പുരുഷനെ ട്രീറ്റ് ചെയ്യുന്നു, ഒരു ഗസ്റ്റ് ആയിട്ട് അവളെ അകത്ത് കയറ്റിയിരിക്കുന്നു, അത് മാത്രമാണോ പുതപ്പിട്ട് മൂടിയും വെച്ച്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും കൊടുത്തു, പാലായിട്ടൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏത് പുരുഷൻ കയറി വന്നാലും ആ പുരുഷൻ കാണുമ്പോൾ അവനെ എല്ലാ പുരുഷന്മാർക്കും ഉണ്ട് അവനേക്കാൾ ഉപരി വേറൊരു പുരുഷനോട് ഇടപഴകുന്ന സ്ത്രീകൾ സ്വന്തം ഭാര്യയാണെങ്കിൽ അവരോട് എന്തുമാത്രം ഒരു വെറുപ്പും വിദ്വേഷവും പിണക്കവും വഴക്കും എന്താ അവിടെ ആദ്യം നടക്കണം. രണ്ടുപേരെയും കൂടെ കയറി വരുന്ന ഭർത്താവല്ലേ അടിച്ചു കൊല്ലാൻ പോണത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ അവിടെ നടന്നത്. ദൈവത്തിന്റെ ദൂതം അവിടെ നിവർത്തിയാകണ്ടേ. അപ്പൊ ദൈവം എത്ര ജ്ഞാനത്തോടെയാണ് അവിടെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത്. ഒരു ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മറ്റു ആൾക്കാരും ബന്ധുക്കളും ഒക്കെ അടുത്തടുത്ത് കാണും. ഇവരുടെ എല്ലാം ശ്രദ്ധ തിരിച്ചും കൊണ്ട് അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിനകത്തേക്ക് ഈ പുരുഷനെ ഓടിച്ചു കയറ്റാനും ആ പുരുഷന്റെ എല്ലാ സംഗതികളിലും തീർത്തി ഇഷ്ടമൊക്കെ ഒരു വിടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്ത്രീയുടെ തന്റെ ഇടം നോക്കിയാണ് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ താൻ വെറുക്കപ്പെട്ടവളാകുമെന്നുള്ള ഒരു ചിന്തയോ ഒന്നും അവർക്ക് തോന്നിയില്ല. കാരണം അവരുടെ പേരെന്തെന്നറിയാമോ? യായേൽ എന്നാണ്. ആ യായേൽ എന്നുള്ള പേരെന്താണെന്നറിയാമോ? മലയാളം എന്നാ അതിന്റെ അർത്ഥം. മലയാളം എന്ന് പറഞ്ഞാല് അത് ഏത് സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിവുള്ള വലിയ ശക്തിയുള്ള ഒരു മൃഗമാണ് മലയാളം. ആ മലയാടിന്റെ ഒരു പ്രകൃതം എന്താണെന്ന് വെച്ചാൽ ചടുതലമായിട്ട് അത് പ്രവർത്തിക്കുക എന്നുള്ള ശത്രുവിനോട് രക്ഷപ്പെടാനൊക്കെ ഉള്ള ആ മലയാളിന്റെ ഒരു ശക്തി നമുക്ക് ആ പേരിൽ കൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ അത്രയും ഭയങ്കരമായ ആ ഒരു പേരിന്റെ ഒരു അർത്ഥം മനസ്സിൽ നോക്കുമ്പം ആ സ്ത്രീക്ക് കൊടുത്ത ജ്ഞാനം
അവരത്ര ചടുതലതയോടെ അത് ചെയ്തത് കൊണ്ടല്ലേ അവളുടെ കയ്യിൽ നിന്ന് ആ പുരുഷന് ഊരിപ്പോകാണ്ട് ഇത് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പുരുഷനെ പിടിച്ചു നിർത്തി ഇത്രയും ഈ തലയിൽ ഇങ്ങനെ ഒരു കുറ്റി അടിച്ചു കയറ്റുന്നതിന് ഏത് പുരുഷന്മാരാ നിന്ന് കൊടുക്കുന്നത്? അപ്പൊ ആ സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് അതിനകത്ത് അത് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശക്തി കിട്ടിയത്. അപ്പം ദൈവാത്മാവിനാൽ അന്നേ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം തൻ്റെ ജനത്തിനൊരു രക്ഷയുണ്ടാവണം, തൻ്റെ ജനത്തിന് രക്ഷയുണ്ടാവണം എന്നുള്ള ഏത് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഉള്ളിൽ ദൈവം അതിന് വേണ്ടുന്ന എല്ലാ ജ്ഞാനവും കൊടുക്കും. അപ്പം സ്ത്രീകൾ അവരെഴുന്നേറ്റ് അവരോട് ചെയ്യാൻ പറയുന്നത് അവരത് ചെയ്തെടുക്കും. ഇതാണ് ബൈബിളിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മളെ ദൈവം പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പം ഇനിയിപ്പം നമ്മളുടെ നേരെ പോരാടുന്നത് ശത്രുവിന്റെ വലിയ ശക്തിയാണ്. അത് ആത്മീയ മണ്ഡലത്തിൽ കണ്ടാൽ തിരിച്ചറിയണം. അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ ജനം അങ്ങനെ രക്ഷപ്പെടാതെ അങ്ങനെ പോകുമ്പം ദൈവത്തിന്റെ ആ മനസ്സിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് തന്റെ പദ്ധതി വിജയിപ്പിക്കാൻ ഉള്ള അടുത്ത ഒരു വഴി ദൈവം നോക്കും. അങ്ങനെ തന്റെയോ സാമർഥ്യവും ഇതുപോലെയുള്ള യായേലിനെ പോലെ ശക്തിയുള്ള മലയാളികളെ പോലെ ചടുതലയോടെ പ്രവർത്തിക്കാൻ, ചടുതല എന്ന് പറഞ്ഞാൽ വലിയ നല്ല സ്പീഡുണ്ട്, നല്ല ശക്തിയുണ്ട്, പ്രവൃത്തിയിൽ പൂർണ്ണതയുണ്ട്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ അത്രയും പ്രവൃത്തിയിൽ പൂർണ്ണത വരുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണതയോടെ ചെയ്യാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എഴുന്നേറ്റ് ഇന്ന് പ്രവർത്തിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നത്. ഇത് എപ്പോഴും പറയാൻ ചിലപ്പം ഈ സാഹചര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കൂടി എത്ര കാലം ഇതിന് മുമ്പോട്ട് പോകുമെന്നൊന്നും നമുക്ക് ഈ കാലത്തെ പറ്റി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഉള്ള സമയം നമ്മൾ അതിനു വേണ്ടി മനസ്സിലാക്കി അതിനെ തക്കത്തിൽ ഉപയോഗിക്കുകയാണ് ദൈവമക്കൾക്ക് ബുദ്ധി ദൈവം കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഇനിയും മുമ്പോട്ട് വരണം. അതുപോലെ നമുക്ക് ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിനായി, ദൈവത്തിന്റെ പദ്ധതി തന്നെ നിവർത്തിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുക്കണം എന്നാണ് ദൈവാത്മാവ് ഈ സമയം എല്ലാരെയും പ്രബോധിപ്പിക്കുന്നത്. എത്ര ആഴത്തിലാണ് ആ യായലിനെ കുറിച്ച് പറയുന്നത്. യായൽ എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ JAEL എന്ന് പറഞ്ഞാൽ അതിന്റെ എബ്രായ അർത്ഥം എന്ന് പറയുന്നത് കാട്ടാടെന്നാണ്. എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ഗോഡ്, ഐബക്സ് എന്നാണ്. കാരണം ഈ ന്യായാധിപന്മാർ 4ഉം 5ലും യായല് ഹേബർ കേനേന്റെ ഭാര്യയായിട്ടാണ് വരുന്നത്, നമ്മൾ കാണുന്നത് ഈ 2 അധ്യായത്തിൽ. സോ യായൽ എന്ന പേര് നമ്മൾ വളരെ ആഴത്തിലൊന്ന് ആത്മീയമായിട്ടൊരു ചിന്ത നമ്മൾ പോകുമ്പോൾ ഒത്തിരി നല്ല ഒരു വെളിപ്പാടാണ് പാസ്റ്ററിന് ദൈവം അത് കൊടുത്തത്. സോ കാട്ടാടെന്ന് പറയുമ്പം സാധാരണയായിട്ട് പർവ്വത പ്രദേശങ്ങളിൽ ഒരു പേടിയുമില്ലാതെ സഞ്ചരിക്കുന്നതാണ്. അതിൻ്റെ കാലെന്ന് പറയുന്നത് ഭയങ്കര ഉറച്ച കാലുകളായിരിക്കും. ഏത് ദുഷ്കരമായ സ്ഥലങ്ങളിൽ പോലും നിലകൊള്ളുന്ന, ഉറപ്പിക്കുന്ന, അതിനാണ് ഈ സങ്കീർത്തനം 18 പറയുന്നുണ്ട്, കാലുകളിൽ ഗിരികളിൽ നിർത്തുമാറാക്കുമെന്ന് മാൻപേടകളെ. സ്തോത്രം. അതുപോലെ സോ ഇതിൻ്റെ അർത്ഥം ചടുതല എന്ന് പറഞ്ഞാൽ അവസരം നോക്കി പ്രവർത്തിക്കുന്ന ഒരു ചടുതല. ഈ ആടിനെ ഉപമിക്കുമ്പോൾ ഉറച്ചു നിൽപ്പെന്ന് പറയുമ്പോൾ ഏത് പ്രയാസത്തിലും എന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചടുതല അവസരം വരുമ്പോൾ പ്രവർത്തിക്കുന്നവരും ഉറച്ചു നിൽക്കുന്നവരും, ഏത് പ്രയാസത്തിലും തളരാതിരിക്കുന്നവരും, ഭർത്താവ് സമ്മതിക്കത്തില്ല, മക്കൾ സമ്മതിക്കത്തില്ല, എങ്കിലും 17 വർഷമായി എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് പോലെ അങ്ങനെ നിർത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയണം, ധൈര്യം ഇതിനുള്ളൊരു ക്വാളിറ്റിയാണ്. ഏതു ഭയത്തിന്റെ മുൻപിൽ പിന്മാറാതെ നിൽക്കാനുള്ളൊരു ഗട്ട്സ്. സോ 4മതൊരു പോയിന്റ് പറയുമ്പം ദൈവം നൽകിയ കഴിവിനെ അത് അപ്രമേയമായി അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പ്രയോഗിക്കൽ. ഹല്ലേലൂയ. സോ ഇത് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പാസ്റ്റർ ജി 4 കഴിവുകളെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ അതിന് ചില വാക്യങ്ങൾ വായിക്കണം. പാസ്റ്റർ ജോസി അതൊന്ന് വായിക്കാമോ? യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? അതൊരു ചോദ്യമല്ലേ? യോബിനോട് ചോദിക്കുക. കാരണം 39-ന്റെ 1 പറയുമ്പോൾ ഇനി 40 അടുത്ത 2 അധ്യായത്തിനകത്ത് 3 അധ്യായത്തിൻ്റെ അകത്ത് പിന്നെ എന്താണോ യോബിന് കഷ്ടം കൊടുത്തത് അത് കംപ്ലീഷനിലേക്ക് വരും. ആ സമയത്താണ് ചോദിക്കുന്നത്. അത്രയും ആ കാട്ടാടിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക്, ആ ഒരു എന്താ പറയുക, ഒരു നിലനിൽപ്പ്, ആ ഒരു പൊസിഷനിലേക്ക് യോബ് എത്തുകയാണ് ഇത്രേ സഹിഷ്ണുതയിലൂടെ പോയപ്പം. ഹല്ലേലൂയ.
അപ്പൊ സഹിഷ്ണുത ദൈവം തരണമെങ്കിൽ ചില കാട്ടാടുകളായി മാറും നമ്മൾ. ഹല്ലേലൂയ. പാറകളിൽ കാട്ടാടുകൾ പ്രസവിക്കുന്ന കാലം നീ അറിയുമോ എന്ന്. അടുത്തൊരു വാക്യം വായിക്കുമ്പം പാസ്റ്റർ അനിത വായിക്കാമോ? സങ്കീർത്തനം 104:18 വാക്യം. സങ്കീർത്തനം 104:18. അതിലെങ്ങനെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്: ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ആമേൻ. നോക്കിക്കേ, സോ പർവ്വതങ്ങൾ, ഉയർന്ന പർവ്വതങ്ങൾ, ഹല്ലേലൂയ. സോ ചെറുതിലൊന്നുമല്ല, ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്ക് അഭയസ്ഥലമായിരിക്കുന്നത് കാണാം. ചിലതൊക്കെ ഉയർന്ന പർവ്വതത്തിൽ പോകത്തില്ല, അതൊക്കെ താഴെ നിൽക്കത്തുള്ളൂ. താഴെ നിന്ന് ഉയർന്ന് മേലോട്ട് പോകുന്നതിനെയൊക്കെ പറഞ്ഞ് താഴോട്ട് വലിച്ചിടാനേ നോക്കും. ഞാനൊരു ചിരിക്കാനായിട്ടൊരു കാര്യം പറയട്ടെ. പണ്ട് കേരളത്തിൽ നിന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഈ എക്സിബിഷന് നടക്കുന്നത് അതിനകത്ത് കുറേ ഞണ്ടുകളാണ്. അപ്പോൾ സാർ അവിടെ വന്നപ്പോൾ കുറേ ഞണ്ടുകൾ മേലോട്ട് കയറി. അറിയാം, പാസ്റ്റർമാർ ചിരിക്കുന്നത് എനിക്കറിയാം. അപ്പോഴേ പറഞ്ഞു, ഈ കേരളത്തിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ മാത്രം തുറന്നു വെച്ചിരിക്കുകയാണ് ഞണ്ടുകളുടെ പാത്രം. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്ത് അടയ്ക്കാൻ, ഇത് പുറത്തു പോകത്തില്ലേ? ഇല്ല സാറേ, ഞങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാൾ മേലോട്ട് പോകുമ്പം അടുത്ത ആൾ കാലെ പിടിച്ച് താഴെ ഇടും, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഞണ്ട് പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? സ്തോത്രം. ഇത് തന്നെയാണ് കേരളത്തിലൊരു പാസ്റ്റർ സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിച്ച് താഴെ ഇട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മതി, കൂടെ നിൽക്കുന്നവർ. സ്തോത്രം. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം കൂടെ പാസ്റ്റർ ഒന്ന് വായിച്ചേ, ജോസി പാസ്റ്റർ വായിച്ചേ. അതിനെക്കുറിച്ച് കണ്ടിന്യൂഷനായിട്ടൊന്ന് പറഞ്ഞേ. സോ കൂടാരങ്ങളിൽ വസിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന ആ പാട്ടിനോട് ചേർന്ന്, യായേൽ എന്ന മലമാടിനോട് ചേർന്ന്, ഉയരങ്ങളിലേക്ക് കയറുന്ന ജീവിയായും ദുഷ്കരമായ പാറപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ത്രീയായും ഉറച്ച കാലുകളോട് നിൽക്കുന്ന ഒരു സ്ത്രീയായും സാധാരണ സഹോദരിമാരുടെക്കാളും ബുദ്ധിമുട്ടുള്ള അവരുടെ അനുഭവത്തിലൂടെ കടന്നുപോയി ഏത് സാഹചര്യത്തെ അതിജീവിക്കുന്നവളായും ഈ ദേവദാരുവിനെ പോലെ, സിഡാട്രിയെ പോലെ ഇരിക്കുന്ന അനേക യായേലി ഒരു എഴുന്നേൽക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: കെന്യനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നാരിജനത്തിൻ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. അപ്പം ഇവിടെയും ആ ദെബോറയും ബാരാക്കും പാടുന്ന ആ പാട്ടിലാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെയും ഈ സാധാരണയായ സ്ത്രീയെ പുകഴ്ത്തിയാണ് പാടുന്നത്. അവൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ നാരിജനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്നാണ് എഴുതിയിരിക്കുന്നത്. മുമ്പ് അനിത പാസ്റ്റർ രാൺ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ യായേലിന്റെ ഒരു വിജയത്തെ പറ്റി അവളുടെ കയ്യിൽ ഈ മനുഷ്യനെ ഏൽപ്പിക്കുന്നുള്ളത് ഒരിക്കലും യായേൽ സ്വപ്നത്തിൽ കാണുന്നുമില്ല, അവക്ക് മുന്നമേ ഒരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുമില്ല. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ദൈവം തരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ഇന്നലെ അനിത പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ വേണമെങ്കിൽ യായേലിന് അവിടെ ചിന്തിക്കാമായിരുന്നു, എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, യുദ്ധം ചെയ്യാൻ ബാരാക്കുണ്ട്, ദെബോറ ഉണ്ട്, യുദ്ധത്തിന് അവരാണ് ഇറങ്ങിയിരിക്കുന്നത്, അവര് ചെയ്തോളും, എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ സ്ത്രീയെ പറ്റി നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഈ സഹോദരിക്ക് ഒരിക്കലും ഒരു മുന്നമേ ഒരു യുദ്ധത്തെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ല. അവര് വാറിൽ പോയിട്ടില്ല, യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. അപ്പൊ അവർക്ക് വേണേ ആ ഒരു രീതിയിൽ ചിന്തിക്കാമായിരുന്നു, അവർക്ക് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആ കത്തലുണ്ടല്ലോ, ആ ഒരു ജ്വലനമാണ് അവരെ പ്രേരിപ്പിച്ചത് ചെയ്യാനും. അവർക്ക് ആ കറക്റ്റ് സമയത്ത് ദൈവം എങ്ങനെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്നുള്ള ജ്ഞാനവും ദൈവം ആ സമയത്താണ് ആ സ്ത്രീക്ക് കൊടുത്തതും. അവര് ആരാണെന്നോ ഒന്നും അവർ ആ സമയത്ത് ചിന്തിച്ചില്ല. അവർക്ക് വേണേ ചിന്തിക്കാൻ, ഞങ്ങളുടെ വീട്ടുകാരും യാബിനുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോവല്ലേ, ആ ബന്ധം ഞാനായിട്ട് എന്തിനാ തകർക്കുന്നെന്ന് വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാമായിരുന്നു യായേലിന്. പക്ഷെ ആ സമയത്ത് യായേൽ അതൊന്നും മാനുഷ്യമായ രീതിയിലുള്ള ചിന്തയിലേക്കൊന്നും യായേൽ പോയില്ല. യായേൽ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, ഈ ശത്രുവിനെ തീർക്കണമെന്നുള്ളതാ. കാരണം 20 വർഷമായി ഇസ്രായേൽ ജനത്തെ ഞെരുക്കുന്ന ഈ മനുഷ്യനെ, ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകണം. ഒരുപക്ഷെ ദൈവം ആ സഹോദരിയെ കണ്ടതും ആ സഹോദരിയുടെ മുൻപിൽ വന്ന അവസരത്തെ അവൾ അലക്ഷ്യമാക്കാതെ, അവൾ വേറൊന്നും ചിന്തിക്കാതെ, അവൾ ആരാണെന്നോ ഒന്നും പുറമോട്ട് ചിന്തിക്കാതെ അവൾക്ക് കിട്ടിയ അവസരത്തിൽ അവളുടെ കയ്യിൽ ദൈവം ഉപയോഗിക്കാൻ പറ്റിയ ആയുധം, അവൾ ഉപയോഗിച്ചിരുന്ന ആയുധം തന്നെ, വേറൊന്നും പുതിയതോ കണ്ടുപിടിക്കാൻ പോയില്ല.
വാളെടുക്കാൻ പോയില്ല. അവൾ ഏതാണ് അവൾ ഉപയോഗിച്ച് ശീലമുള്ളത് അത് തന്നെ അവൾ എടുത്തിട്ട് ആ ശത്രുവിനെ അവൾ തീർക്കാനിടയായി തീർന്നു. അവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അവളുടെ ആ എടുത്ത ആ 10 പെഗ് അതിന്റെ ശക്തിയിലോ അവളുടെ കയ്യിലിരിക്കുന്ന ഹാമറിന്റെ അടിച്ച് ഇതിന്റെ ഒന്നുമല്ല. അവൾ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ബാക്കി ദൈവമാണ് അൾട്ടിമേറ്റ് വിജയം ദൈവം കൊടുത്തത്. അവിടെ അതുപോലെ മുമ്പേ നമ്മൾ അനിത പാസ്റ്റർ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ വന്നപ്പം വെറും വെള്ളമേ ചോദിച്ചുള്ളൂ. പക്ഷെ ഈ സ്ത്രീയെ വളരെ ഒരു റോയലായിട്ടുള്ള രീതിയിലാണ് അവൾ കൊടുത്തത്. വെള്ളമല്ല കൊടുത്തത്, അവൾ പാലാ കൊടുത്തത്. അങ്ങനെ അവൾ സ്വീകരിച്ചത് പോലും വളരെ മനോഹരമായ രീതിയിലാണ് ആ മനുഷ്യനെ ആ ഒരു റോയാലിറ്റി തന്നെ സ്വീകരിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയതും. പക്ഷെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവാത്മാവുടെ നിയോഗത്തിലാണ് അവിടെ ചെയ്തതും ആ യുദ്ധത്തിന് ഒരു അവസാനം വരുത്തിയതും. അതുകൊണ്ടാണ് ഇവിടെ ദെബോറയും ബാരാക്കും കൂടെ ചേർന്ന് പാടുന്ന പാട്ടൊക്കെ ഈ സ്ത്രീയെ പറ്റി യായേൽ നാരി ജനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഹെബേറിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നുള്ള ഒരു ബഹുമതി കൊടുത്തുകൊണ്ടാണ് ആ പാട്ട് അവിടെ പാടുന്നത്. അപ്പോൾ നമ്മള് ഈ വിസ്ഡമിനെ പറ്റി പറയുമ്പം സദൃശവാക്യത്തിൽ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. സദൃശവാക്യം 9:10 വാക്യം, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. അപ്പം ദൈവത്തിന്റെ പരിജ്ഞാനം അതാണ് നമ്മുടെ വിവേകം. അതിൽ കൂടാണ് ദൈവം നമുക്കുള്ള വിവേകം. അപ്പൊ യഹോഭക്തിയും ദൈവിക പരിജ്ഞാനം, നമ്മൾ എത്രത്തോളം ദൈവിക പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കയറുമോ അത്രത്തോളം ദൈവം നമ്മുടെ വിസ്ഡം, അവന്റെ വചനമാണ്. ദ എൻട്രൻസ് ഓഫ് ദ വേർഡ് ഓപ്പണത്ത് മൈ ഐസ്, അതാണ് നമുക്ക് ലൈറ്റ് തരുന്നത്. അപ്പൊ ഈ വചനമാണ് ആ പരിജ്ഞാനം തരുന്നത്. അതുപോലെ ഈ സഹോദരി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മള് 1 യോഹന്നാൻ 4:18 തോന്നുന്നു. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. എടുത്തോ വായിച്ചോ. സ്തോത്രം. 1 യോഹന്നാൻ 4:18, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അപ്പം ഈ സ്നേഹം ദൈവ സ്നേഹമാണ് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ആ സ്നേഹം വന്നു കഴിയുമ്പോൾ, കർത്താവിനെ കുറിച്ചുള്ള സ്നേഹം ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർ ഭയം എല്ലാം മാറിപ്പോകും. പിന്നെ ആ സ്നേഹത്തിൽ കൂടെ, ആ ധൈര്യത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കാനിടയായിട്ട്. ഒന്ന് പുതിയ നിയമമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അനേക യായേലുകൾ ക്രിസ്തുവിലേക്ക് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാഗരിച്ചുകൊള്ളുവിൻ. അപ്പൊ 1 കൊരിന്ത്യർ 16:13 വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 16:13, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ആമേൻ. അപ്പം നമ്മള് സഹോദരിമാരെല്ലാവരും ആണും പെണ്ണുമെന്നില്ലാതെ എല്ലാവരെയും പാസ്റ്ററായിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. എല്ലാവരെയും 5 ഫോൾഡ് മിനിസ്ട്രിയിലേക്ക് ചിലരെ എന്നാണ് പറഞ്ഞത്. ആ ചിലർ എഴുന്നേൽക്കട്ടെ, ധൈര്യത്തോടുകൂടി. അനേക യായലുകളും അതിനൊപ്പം വർക്ക് ചെയ്യട്ടെ. അനേക ദബോറകളാണ് ജഡ്ജസ് ആയത്, യായൽ ജഡ്ജസ് അല്ല. സ്തോത്രം. അപ്പോൾ അവർക്കും പ്രവൃത്തിയുണ്ട്. റോമാലേഖനം 1-ാം പൗലോസ് പറയുന്നത് പോലെ അപ്പോസ്തലന്മാരായി നിങ്ങളെയും വിളിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ പേരിൽ കാണത്തില്ലായിരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ യായിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ കൊളോസ്യലേഖനം 2-ാം വാക്യവും കൂടെ നമുക്ക് വായിക്കാം. ലേഖനം 2-ാം വാക്യം ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പം ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത്, ഈ ദൈവത്തിന്റെ വലിയ ജയോത്സവം ക്രൂശിന്മേൽ നടന്നു കഴിഞ്ഞു. ഇനി അതിനെ നമ്മൾ പരസ്യമായ കാഴ്ചയാക്കി കൊണ്ടാടിയതുകൊണ്ട് ഇനി തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തോണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം അല്ല. അപ്പൊ നമ്മള് ക്രിസ്തുവിന് ഒത്തവണ്ണം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയത്. അതുകൊണ്ട് ക്രിസ്തുവിന് ഒത്തവണ്ണം ജയോത്സവം കൊണ്ടാടാൻ നമ്മൾ ബുദ്ധി തത്വജ്ഞാനം ഒന്നും ഇതിനകത്ത് എടുക്കണ്ട. ആരെങ്കിലും ഒക്കെ വഞ്ചിച്ച് നമ്മളെ പറഞ്ഞു തിരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണ്ട. കർത്താവായ പരിശുദ്ധാത്മാവ്
ഈ ലോകത്ത് ഇനി പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് യേശുക്രിസ്തു തന്നിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ ആൾക്കാരും അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കാതെ ശക്തിപ്പെട്ട് ഈ ക്രൂശിലെ ജയോത്സവം ഉത്സവമാക്കി തീർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജയോത്സവമായി പോകാം. അതാണ് ഇതിനകത്ത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കട്ടെ. എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏത് വഴികൾ അടഞ്ഞാലും, എത്ര ഭയപ്പെടുത്തുവാൻ ആളുകൾ നിങ്ങൾക്ക് മുൻപിൽ നിന്നാലും, ദുഷ്കരമായ ഏറ്റവും വലിയ കയറ്റങ്ങൾ കയറേണ്ടി വന്നാലും കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ജയാളിയായ ക്രിസ്തു നമുക്ക് ജയം തന്നുവെങ്കിൽ ദൈവം ഒരു അവസരം നിങ്ങൾക്ക് തന്നാൽ ഏത് അസാധാരണ വഴിയിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് കണ്ണുകളെ ഉറപ്പിക്കുക. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. നെവർ ഗീവ് അപ്പ്.